പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം കൂടെ ദൈവസഭയോട് ചേർന്ന് കർത്താവിൻ്റെ വചനത്തിന് മുമ്പാകെ ഇരിപ്പാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനായിട്ട് കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ രാത്രി നാം ഒന്നിച്ച് ചിന്തിക്കാനായിട്ട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ ആശ്രയിക്കുന്ന ദൈവവചന ഭാഗം 119 സങ്കീർത്തനം 49-50 വാക്യങ്ങളാണ്. സാംസ് 119 വേഴ്സസ് 49 and 50. ഇങ്ങനെ വായിക്കുന്നത്: നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയതുകൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിക്കുന്നു: റിമെമ്പർ ദ വേർഡ് unto thy servant upon which thou hast caused me to hope. This is my comfort in my affliction, for thy word has quickened me. ദൈവമക്കളെ, കർത്താവിൻ്റെ വചനമാണ് നമ്മളെ ബലത്തോടെ നിർത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വായിച്ചിരിക്കുന്ന വചനത്തിൽ പറയുന്നു: നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയത് കൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ. ഇംഗ്ലീഷിൽ ചില ട്രാൻസ്ലേഷനിൽ പറയുന്നത് റിമെമ്പർ ദൈ പ്രോമിസ് unto me upon which you caused me to hope. വേറൊരു ട്രാൻസ്ലേഷനിൽ ഞാൻ ഇങ്ങനെ വായിക്കാനിടയായി: യുവർ പ്രോമിസസ് ആർ ദ ഓൺലി വൺ ഇൻ വിച്ച് ഐ ഹാവ് ഹോപ്പ്. അങ്ങയുടെ വാഗ്ദത്തങ്ങളിൽ മാത്രമാണ് എൻ്റെ ആശ്രയം. അങ്ങ് എന്നോട് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏക പ്രത്യാശ എന്ന് പറയുന്നത് കഴിഞ്ഞ നാളുകളിൽ വിവിധ സാഹചര്യങ്ങളിൽ അവിടുന്ന് എന്നോട് സംസാരിച്ച അങ്ങയുടെ വാഗ്ദത്തങ്ങളാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കഴിയുമ്പോൾ സഹോദരങ്ങളെ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അനേകരോട് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അനേകർ നമ്മളോട് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. പലർക്ക് നമ്മൾ വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. വി ഹാവ് മേഡ് സോ മെനി പ്രോമിസസ് ടു സോ മെനി പീപ്പിൾ in the years past. The same way we have been given so many promises by so many people. When we look back, നമുക്കറിയാം നമ്മൾ കൊടുത്ത പല വാക്കുകളും നമ്മൾ പാലിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞാൻ കൊടുത്ത പല വാക്കുകളും പാലിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ എനിക്ക് പലരും തന്ന വാക്കുകൾ അവർ പാലിച്ചിട്ടില്ല. പലരും ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ, സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ട് വരുമ്പോൾ നാം പറഞ്ഞ വാക്കുകളൊക്കെ നാം മാറ്റാറുണ്ട്. എന്നാൽ റിമെമ്പർ ദിസ് ഓൾവേസ്: the validity of a promise depends on the attributes of the person who gives it. വാഗ്ദത്തങ്ങളുടെ ഉറപ്പ് അല്ലെങ്കിൽ അതിന്റെ മൂല്യം ആശ്രയിച്ചിരിക്കുന്നത് ആ വാക്കു പറഞ്ഞ വ്യക്തിയുടെ ആട്രിബ്യൂട്ടിനെ അല്ലെങ്കിൽ സ്വഭാവത്തെ അല്ലെങ്കിൽ കഴിവിനെ ആശ്രയിച്ചായിരിക്കുന്നത്. Let me repeat that word once again. The validity or the trustworthiness of a promise depends upon the attributes or characteristics of the person who gives it. അപ്പം നമ്മൾ ഈ വാക്കുകൾ മാറ്റുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ വാക്ക് പാലിക്കുവാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ്, കഴിവില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? He never changes. And he is able to fulfill what he has promised. He doesn't have to change his word. He would never say that I have changed my mind. നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ട് അല്ലെങ്കിൽ വാക്ക് പറഞ്ഞിട്ട് നമ്മൾ വാക്ക് മാറ്റുമ്പോൾ അവർ ചോദിക്കും, എന്നോട് വാക്ക് പറഞ്ഞതല്ലയോ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാം ഐ ചേഞ്ച് മൈ മൈൻഡ് എന്ന് പറയത്തില്ലേ? എന്നാൽ ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല I changed my mind, because he is eternal God. He lives in present tense. God has no past and no future. He is present. അതുകൊണ്ട് തന്നെ he doesn't have to change his mind. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഈ പ്രത്യാശയെ ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ എന്തുകൊണ്ടാണ് ഈ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത്? അവിടെ നിന്ന് വാഗ്ദത്തങ്ങൾ കൊണ്ടാണ് അല്ലേ? ആ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുവാൻ ദൈവം കൃപ തന്നതുകൊണ്ടാണ്. ഇന്നത്തെ രാത്രികാലം ദൈവവചനം കേൾക്കുമ്പോൾ
കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നമ്മളോട് സംസാരിച്ച ചില വാക്യങ്ങൾ നമ്മളൊന്ന് ഓർത്താട്ട്. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് തന്ന വാഗ്ദത്തങ്ങൾ നമ്മളൊന്ന് ഓർത്താട്ട്. അവിടുന്ന് വാക്കുമാറാത്ത ദൈവമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, മനുഷ്യരിൽ ആശ്രയിച്ചാൽ നാം ചിലപ്പോൾ ലജ്ജിച്ചു പോകേണ്ടി വരും. അവർ ലാസ്റ്റ് മൊമെന്റിൽ, അവസാനത്തെ നിമിഷം വാക്കു മാറിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പക്ഷെ യഹോവയിൽ ആശ്രയിച്ചാലുള്ള ഗുണം, അവിടുന്ന് ഒരിക്കലും വാക്കുമാറത്തില്ല. അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. അവിടുന്ന് മഹോന്നതനായ ദൈവമാണ്. അവിടുന്ന് നമ്മളോട് എന്തെങ്കിലും സംസാരിച്ചാൽ നമ്മുടെ പാസ്റ്റ് ടെൻസും നമ്മുടെ പ്രസന്റ് ടെൻസും നമ്മുടെ ഫ്യൂച്ചർ ടെൻസും എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ദൈവം സംസാരിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്ക് ആശ്രയിക്കുവാൻ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളുണ്ട്. എന്നാൽ കർത്താവ് വാക്കു മാറ്റുന്ന സന്ദർഭങ്ങളുണ്ടോ ദൈവമക്കളെ? ഉണ്ടാകാം, ഉണ്ട്. അനേകരുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതിന് താമസം സംഭവിക്കുന്നു. എന്തുകൊണ്ട്? നമ്മൾ പറഞ്ഞു, മനുഷ്യനെ പോലല്ല ദൈവം. ദൈവം വാക്കു മാറ്റത്തില്ല, ദൈവം മനസ്സ് മാറ്റത്തില്ല. അവിടുന്ന് എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമുക്ക് വാഗ്ദത്തങ്ങൾ തരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടാത്തത്? എന്തുകൊണ്ടാണ് അതിന് കാലതാമസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? ഇന്നത്തെ രാത്രിയിലെ മെസ്സേജ് അതാ. ദൈവത്തിന്റെ വചനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, കർത്താവ് തൻ്റെ വാഗ്ദത്തം കൊടുത്ത് പുറപ്പെടുവിച്ചു വന്ന ഒരു ജനത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ ചരിത്രവും പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ പുരുഷന്മാർ മാത്രം 600,000 പീപ്പിൾ ഉണ്ടായിരുന്നു. 6 ലക്ഷത്തിൽ പരം പുരുഷന്മാർ മാത്രം ഉണ്ടായിരുന്നെന്ന്. അവർക്ക് കൊടുത്ത വാഗ്ദത്തം എന്തെന്നുള്ളത് നമുക്കറിയാം. ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന്, മിസ്രൈമിൽ നിന്ന് അവരെ പുറപ്പെടുവിച്ചപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദത്തം എന്തെന്ന് ചോദിച്ചാൽ, തേനും പാലും ഒഴുകുന്ന കനാൻ ദേശത്ത് അവരെ എത്തിക്കാമെന്നുള്ളതാണ്. 1-2 പേർക്കല്ല ദൈവം ആ വാഗ്ദത്തം കൊടുത്തത്. എത്ര പേരെ അവിടുന്ന് പുറപ്പെടുവിച്ചു, അവർക്ക് എല്ലാവർക്കും ആ വാഗ്ദത്തം ഉണ്ടായിരുന്നു. All of them had that promises. God said, I will take you through this and I will take you to the place where I am going to give you. I will take you out of the Egypt and I will take you to the Canaan. ഞാൻ നിങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് കനാൻ ദേശത്ത് എത്തിക്കും. ഇതെല്ലാവർക്കും ഉള്ള വാഗ്ദത്തങ്ങളാണ്. ചെറിയവർക്കും വലിയവർക്കും എല്ലാവർക്കും ഉണ്ടായിരുന്ന വാഗ്ദത്തമായിരുന്നു. പക്ഷെ നമുക്ക് ചരിത്രം വായിച്ചാൽ മനസ്സിലാകും, അവസാനം ഈ 600,000 പീപ്പിളിൽ 2 പേരാണ് വാഗ്ദത്ത ദേശത്തെത്തിയത്. അപ്പൊ മറ്റുള്ളവർക്ക് വാഗ്ദത്തം ലഭിച്ചില്ലായിരുന്നോ? ലഭിച്ചിരുന്നു. കർത്താവ് അവരുടെ ഭാവി നോക്കാതെയാണോ ദൈവം വാഗ്ദത്തം പറഞ്ഞത്? തീർച്ചയായിട്ടും നോക്കിയാ പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ട് ആ വലിയ സമൂഹത്തിൽ വെറും 2 പേര് മാത്രം വാഗ്ദത്ത ദേശത്തെത്തി? അത് നമ്മളെ എപ്പോഴും ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. വാഗ്ദത്തം തന്നത് കർത്താവാണ്. കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവിടുന്ന് മനുഷ്യനെ പോലെയല്ല. അവിടുന്ന് ഒരിക്കലും വാക്കുമാറത്തില്ല. എന്നാൽ വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ മരിച്ചവരുടെ ചരിത്രങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇന്നത്തെ രാത്രികാലം ദൈവവചനം കേൾക്കുമ്പോൾ നാം വളരെ വളരെ ശ്രദ്ധയോടെ ഈ വചനം കരുതിക്കൊള്ളണം. കർത്താവ് ഒത്തിരി വാഗ്ദത്തങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ വാഗ്ദത്തം കർത്താവ് ഇരിക്കുന്നിടത്ത് നമ്മളെ ഇരുത്താമെന്നുള്ളതാണ്. അതല്ലെങ്കിൽ കർത്താവിനെ പോലെ നമ്മളെ ആക്കാമെന്നുള്ളതാണ്. അപ്പൊ കർത്താവിനെ പോലെ ആകാതെ മരിച്ചു പോകുന്നവരുണ്ടാകാം ഈ ഭൂമിയിൽ. കർത്താവ് പറഞ്ഞിടത്ത് എത്താതിരിക്കുന്നവരുണ്ടാകാം. ഹല്ലേലൂയ. കർത്താവ് തന്ന വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ ഒരു പക്ഷേ ഇരുന്നേക്കാം. കാരണം പഴയ നിയമത്തിൽ സംഭവിച്ച ചരിത്രം ഇന്ന് പുതിയ നിയമത്തിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇതിന്റെ രണ്ടിൻ്റെയും കാരണം ഒന്ന് തന്നെയാണ്. ആ കാരണമാണ് ഇന്നത്തെ രാത്രി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 1-ാം അധ്യായം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തില് മനോഹരമായ ഒരു വാക്യം പറയുന്നുണ്ട്. വളരെ വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വചനം പറയുന്നുണ്ട്. 15-16 വാക്യങ്ങൾ. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ.
നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിന് മുമ്പിൽ നിന്ന് നീക്കിക്കളവിൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ. ഇത് ആരോടാ പറയുന്നത്? കർത്താവ് തൻ്റെ മക്കളോട് പറയുകയാണ്. തൻ്റെ മക്കളോട് പറയുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേൾക്കത്തില്ലെന്ന്. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ മുഖം മറച്ചു കളയും. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ മുഖം തിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒന്ന് ഓർത്ത് നോക്കി, 5 വയസ്സുള്ള നമ്മുടെ മോൻ അല്ലെങ്കിൽ നമ്മുടെ മോള്, നമ്മൾ മാത്രമാണ് അവരുടെ ആശ്രയം. They are dependent on us. They have nobody there to help them. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ കുഞ്ഞു വന്ന് നമ്മുടെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോൾ, യാചിക്കുമ്പോൾ നമ്മൾ മുഖം തിരിച്ചു കളയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? വി അബാൻഡൻഡ്. ഇവിടെ കർത്താവ് പറഞ്ഞു, തൻ്റെ ജനമാകുന്ന ഇസ്രായേൽ ആരെ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുവോ, ആർക്ക് താൻ വാഗ്ദത്തങ്ങൾ കൊടുത്തുവോ അവരോട് പറയുക, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ കൈമലർത്തുമ്പോൾ യഹോവേ എന്ന് പറഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ നിലവിളിക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. അതെന്താ ദൈവമക്കളെ? ഇത് വളരെ ഭയാനകമായ ഒരു അന്തരീക്ഷമായത്. ദൈവം അവരെ സഹായിച്ചില്ലെങ്കിൽ വേറെ ആരും അവർക്ക് സഹായിപ്പാനില്ല. കർത്താവ് വാഗ്ദത്തങ്ങളെ കൊടുത്തതല്ലേ? കർത്താവല്ലേ അവരെ വിടുവിച്ചത്? കർത്താവല്ലേ പറഞ്ഞത് നിങ്ങൾ എൻ്റെ ജനമാന്ന്? പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ കർത്താവ് പറയുന്നത് നിങ്ങൾ എത്ര പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കത്തില്ലെന്ന്? ഇത് ദൈവമാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞേക്കാം, നീ എന്നെ എത്ര വിളിച്ചാലും ഞാൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞേക്കാം, പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തെന്നിരിക്കാം. പക്ഷെ ദൈവം പറയുന്നു, നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ലെന്ന് പറഞ്ഞാൽ he would never change his word, because that is the word of Almighty God. He never lie. അവനൊരിക്കലും കള്ളം പറയില്ല, പോഷ്ക്ക് പറയത്തില്ല. ഞാൻ കേൾക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കത്തില്ല. Unless you change yourself. അതാ താഴെ കുറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മാറിയില്ലെങ്കിൽ ഞാൻ കേൾക്കത്തില്ല. അപ്പം നമുക്ക് ഈ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, മനുഷ്യൻ മാത്രമല്ല വാക്കുകൾ മാറ്റുന്നത്, ചിലപ്പോൾ ദൈവവും വാക്ക് മാറ്റും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ. ആ വാക്കു മാറ്റുന്നതിന്, മനുഷ്യൻ വാക്കു മാറ്റുന്നത് ചിലപ്പോഴും വാക്കു പറഞ്ഞവൻ്റെ കുറ്റം കൊണ്ടാകാം. ഐ ചേഞ്ച് മൈ മൈൻഡ്, അല്ലെങ്കിൽ എൻ്റെ സർക്കംസ്റ്റാൻസസ് ചേഞ്ച് ആയതുകൊണ്ട് ഞാൻ മാറി. പക്ഷെ ദൈവം ഒരിക്കലും പറയത്തില്ല ദൈവത്തിൻ്റെ സർക്കംസ്റ്റാൻസസ് ചേഞ്ച് ആയതുകൊണ്ടാണ് മാറിയതെന്ന്. ദൈവം പറയുന്നത് ബിക്കോസ് യു ചേഞ്ച്ഡ്, നീ മാറിയത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കു മാറ്റുകയാണ്. ഞാൻ ആഗ്രഹിച്ചതുപോലെ നീ ആകാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കു മാറ്റുകയാണ്. അതിനാണ് നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളത്, എവറി പ്രോമിസസ് റിവോൾവ് അറൗണ്ട് എ കണ്ടീഷൻ. ദൈവം വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നത് ഒരു കണ്ടീഷൻ അനുസരിച്ചാണ്. ഇഫ് യു ഡോണ്ട് ഫുൾഫിൽ ദ കണ്ടീഷൻ വി കനോട്ട് ക്ലെയിം ദാറ്റ് പ്രോമിസസ്. 6 ലക്ഷത്തിൽ പരം പുരുഷന്മാർ മാത്രം, അവരുടെ സ്ത്രീകൾ, അവരുടെ മക്കള്, അവർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങൾ ഒരു കണ്ടീഷനെ അടിസ്ഥാനമാക്കിയ. അവർ ദൈവത്തെ അനുസരിക്കണം, ദൈവത്തോട് മറുതലിക്കരുത്, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം, ന്യായപ്രമാണത്തിൽ നിന്ന് മാറിപ്പോകരുത്. കർത്താവ് വാഗ്ദത്തങ്ങൾ കൊടുത്തു, 613 കൽപ്പനകൾ അവർക്ക് കൊടുത്തു. അവർ കൽപ്പനകൾ പാലിച്ച് ദൈവവചനത്തിന് കീഴ്പ്പെട്ട്, ദൈവം വെച്ചിരിക്കുന്ന അധികാരത്തിന് കീഴ്പ്പെട്ട് മറുതലിക്കാതെ അവർ പോയിരുന്നു എങ്കിൽ ഈ 6 ലക്ഷത്തിൽ പരം പുരുഷന്മാരും, അല്ലെങ്കിൽ അവർ മുഴുവനും കനാൻ ദേശത്തെത്തുമായിരുന്നു. അപ്പൊ തെറ്റുപറ്റിയത് ദൈവത്തിനല്ല, വാക്കുമാറ്റിയത് ദൈവമല്ല. പിന്നെയോ അവർക്ക് വെച്ചിരിക്കുന്ന കണ്ടീഷൻസിൽ നിന്ന് അവർ മാറിപ്പോയി. അതാ നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സഭാപ്രസംഗിയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു മനോഹര വാക്യം പറയുന്നുണ്ട്. സഭാപ്രസംഗി 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം പറയുന്നു, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോവുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യുന്നതിന് മുമ്പ് തന്നെ. പിന്നെ ഒത്തിരി വാക്യങ്ങൾ മുന്നോട്ട് എഴുതിയിട്ടുണ്ട്. ഭാവി ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുവാൻ പോകുന്ന പ്രതികൂലങ്ങളെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇവിടെ പറയുന്നതിൻ്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. കാരണം വാട്ട് ഈസ് വെയിറ്റിംഗ് ഫോർ യു ഇൻ യുവർ ഫ്യൂച്ചർ ഈസ് അൺനോൺ ടു യു. നിന്റെ ഭാവിയിൽ നിന്നെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നിനക്കറിയില്ല. നാളെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നിനക്കറിയില്ല. ആ സംഭവിക്കുന്ന സന്ദർഭങ്ങളിൽ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കണമെന്നുണ്ടെങ്കിൽ,
ദൈവം നിന്റെ ആശ്രയമായി മാറണമെന്നുണ്ടെങ്കിൽ, അതിന് നീ കൈ മലർത്തുമ്പോൾ അവിടുന്ന് മുഖം തിരിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ അറിഞ്ഞുകൊള്ളുക. റിമെമ്പർ യുവർ ക്രിയേറ്റർ ഇൻ യുവർ യൂത്ത്. Because there are so many things, uncertainties are going to happen in you don't know what is waiting for you in your future. When you are really struck somewhere, when all the doors are shut before you, when there's no ray of hope coming through, that is a place you will have nobody but God there to depend on. ജീവിതത്തിൽ എല്ലാം അടഞ്ഞു കഴിയുമ്പോൾ, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായി മാറുമ്പോൾ, ആശയെല്ലാം അറ്റു കഴിയുമ്പോൾ, നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ, എല്ലാം കഴിയുമ്പോൾ നിനക്ക് ദൈവം മാത്രമേ ആശ്രയിപ്പാനുള്ളൂ. അന്ന് നീ പ്രാർത്ഥിക്കുവാനായി നിലവിളിക്കുമ്പോൾ നാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:15 കേട്ടതുപോലെ കർത്താവ് പറയുന്നു, നീ കൈ മലർത്തുമ്പോൾ ഞാൻ മുഖം തിരിക്കും. നീ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. അതുകൊണ്ട് ഇവിടെ സഭാപ്രസംഗി പറയുക, നിന്റെ യൗവനക്കാലത്ത് നീ നിന്റെ സൃഷ്ടാവിനെ ഓർക്കണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മുന്നോട്ടുള്ള സമയം നാം കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ആ വചനം നാം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വാക്കുകൾ മാറാതിരിക്കണമെങ്കിൽ, ദൈവം നമുക്ക് എപ്പോഴും അനുകൂലമായിരിക്കണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കുറച്ചു സമയം നാം ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കാം. 91-ാം സങ്കീർത്തനം 14-15 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. Psalms 91 verses 14 and 15. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ഈ 2 വാക്യങ്ങളിൽ നമ്മുടെ ജീവിതം മുഴുവനുമുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ that's it, we want only that. കഷ്ടകാലത്ത് നമുക്ക് വിടുതൽ കിട്ടണം, അവിടുന്ന് നമ്മുടെ കൂടെ ഇരിക്കണം. അത് മാത്രമല്ല, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. മുമ്പേ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാ. യെശയ്യാ പ്രവാചകന്റെ 1-ാം അധ്യായത്തിൽ ഇപ്പോൾ കേട്ടത് എന്താണെന്നറിയാമോ? നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. ഇവിടെ പറയുന്നത് എന്തുവാ? അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. വാട്ട് ആൻ അമേസിംഗ് വേർഡ്. വാഗ്ദത്തമാണ് നമ്മുടേത്. ഇത് വാഗ്ദത്തമാണ്. കർത്താവേ, അങ്ങ് കൽപ്പിച്ചു, അങ്ങ് വാഗ്ദത്തം തന്നു, ഞാൻ നിലവിളിക്കുമ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളുമെന്ന്. അതാണ് നമ്മുടെ വാഗ്ദത്തം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം കടന്നു എന്നീ വചനങ്ങളെ പ്രാപിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് നമുക്ക് വേണ്ടി മറച്ചു വെച്ചിരിക്കുന്ന, ദൈവവചനത്തിൽ മറച്ചു വെച്ചിരിക്കുന്ന ചില മർമ്മങ്ങൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ രാത്രി വെളിപ്പെടുത്തട്ടെ. ആ വാക്യം തുടങ്ങിയിരിക്കുന്നത്, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. നമ്മൾ കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞില്ലയോ, എൻ്റെ കയ്യെ മുറുക്കി പിടിച്ചോണേ വീഴാതിരിക്കണമെങ്കിൽ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നമ്മൾ പറയാറുണ്ടോ അങ്ങനെ? ഹോൾഡ് ഓൺ ടു മീ ലെസ്റ്റ് യു വിൽ ഫോൾ, അതർവൈസ് യു വിൽ ഫോൾ. നമ്മൾ കുഞ്ഞുങ്ങളോട് പറയത്തില്ലേ? സ്ലിപ്പറി ആയിരിക്കുന്ന റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളോട് പറയും, മുറുക്കി കയ്യെ പിടിച്ചോണോ അല്ലെ വീഴുമെന്ന് പറയത്തില്ലേ? സത്യമല്ലയോ? കൈ വിട്ടു കഴിഞ്ഞാൽ എന്ത് പറ്റും? വീഴും. മുറുക്കി പിടിക്കുക എന്നുള്ളതാണ് കണ്ടീഷൻ. ഇവിടെ നോക്കിയേ, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. ഒരു പൊടിക്കുഞ്ഞ്, ഒരു മുല കുടിക്കുന്ന കുഞ്ഞ് അമ്മയുടെ മാറിനോട് പറ്റിയിരിക്കുന്ന പോലെ, ആരെങ്കിലും പേടിപ്പിക്കുമ്പോൾ കുഞ്ഞ് പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെ, ക്ലിങ് ഓൺ ചെയ്യുന്നത് പോലെ, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന വാക്കൊന്ന് നോക്കിയേ, ബിക്കോസ് ഹി ഹാസ് സെറ്റ് ഹിസ് ലവ് അപ്പോൺ മീ therefore will I deliver him. ഇത് കണ്ടീഷനാണ്. ദൈവത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കണം. എപ്പോഴാ? കഷ്ടത വരുമ്പോഴല്ല പറ്റിച്ചേർന്നിരിക്കേണ്ടത്, കഷ്ടത വരുന്നതിന് മുമ്പ്. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർക്കണം. എല്ലാം അനുകൂലമാണെന്ന് നിനക്ക് തോന്നുന്ന സമയത്ത് നീ നിന്റെ ദൈവത്തെ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, because you have set your love upon me, I will deliver you. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ലോകത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പലരും ദൈവത്തെ കുറ്റം പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ എന്തുമാത്രം പ്രാർത്ഥന കഴിച്ചു, ഞാൻ എന്തുമാത്രം ഉപവസിച്ചു, ഞാൻ എന്തുമാത്രം നേർച്ചകൾ കൊടുത്തു, ഞാൻ എന്തെല്ലാം ദൈവത്തോട് ചെയ്ത് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. എന്നാൽ അവരൊരു കാര്യം മനസ്സിലാകുന്നില്ല, കർത്താവ് എന്തെല്ലാം അവരോട് പറഞ്ഞു, അവരെന്തെങ്കിലും അനുസരിച്ചിട്ടുണ്ടോ?
ദൈവമക്കളെ, നമ്മളോട് ഒരു ചോദ്യം കർത്താവ് ചോദിക്കുക, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ നിന്നോട് കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞു, നീ എത്ര കാര്യങ്ങൾ അതിൽ അനുസരിച്ചു? നീ അനുസരിച്ചു, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ അനുസരിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ അനുസരിച്ചോ? ഡിഡ് യു ഒബേ വാട്ട് ഓൾ തിങ്സ് ഐ ഹാവ് ടോൾഡ് യു ഇൻ ദ പാസ്റ്റ്? You say you obeyed certain things. You obeyed certain things according to your choice. It was your choice. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ അനുസരിച്ചല്ലേ? ദൈവം പറഞ്ഞ മുഴുവനും അനുസരിച്ചോ ദൈവമക്കളെ? ഇന്നത്തെ രാത്രി പ്രാഗൽഭ്യത്തോടെ എത്ര ദൈവമക്കൾക്ക് പറയുവാനായിട്ട് കഴിയും, കർത്താവേ, ഇതുവരെ അങ്ങ് എന്നോട് സംസാരിച്ച് പറഞ്ഞത് മുഴുവനും ഞാൻ അനുസരിച്ചു? ആർക്ക് പറയുവാൻ കഴിയും ദൈവമക്കളെ? പറയാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഹോണസ്റ്റ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. എന്താ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് അനുസരിക്കാതെ? നമ്മളൊന്ന് സ്വയം, ഇതൊരു ചെറിയ ചോദ്യമാണ്. നമ്മളെല്ലാവരും ദൈവമക്കളാണ്. നമ്മളെല്ലാവരും കർത്താവിൻ്റെ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇന്ന് മരിച്ചാൽ കർത്താവിനോട് കൂടെ എത്തുമെന്നും ഇന്ന് കർത്താവ് വന്നാൽ അവനോട് കൂടെ എടുക്കപ്പെടുമെന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരെ നമ്മൾ. ഒരു കാര്യം ചോദിക്കട്ടെ, കർത്താവ് ഇതുവരെ നമ്മളോട് പറഞ്ഞ സകല കാര്യങ്ങളും നാം അനുസരിക്കുന്നുണ്ടോ? ഉറപ്പോടെ എത്ര പേർക്ക് പറയാനുണ്ട്? ഇല്ല. എല്ലാം അനുസരിക്കുന്നില്ല, ചിലത് അനുസരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ എല്ലാം അനുസരിക്കുന്നില്ല എന്ന് പറയുന്നതിൽ ഏതൊക്കെയാണ് അനുസരിക്കാത്തത്? ഏതൊക്കെയാണ് അനുസരിക്കാത്തത്? എന്തുകൊണ്ടത് അനുസരിക്കുന്നില്ല? യു ഡോണ്ട് ലവ് ഗാഡ്. Because those things are so precious to you than God. വളരെ മനസ്സിലായി, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. എന്തുകൊണ്ടാണ് വിടുതൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയാത്തത്? പറ്റിയിരിക്കുന്നില്ല. ഇടയ്ക്ക് ഗ്യാപ്പുണ്ട്, ചെറിയ ഗ്യാപ്പുണ്ട്. Let me tell you, my brother, my sister, love is always costly. Love is costly. നമ്മുടെ നമുക്കറിയാം, ഞാൻ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. എൻ്റെ ഒരു മണിക്കൂറിന് ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ഒരു മണിക്കൂറിന് അതിന് ടൈം കോസ്റ്റ് ഉണ്ട്. ഏതെങ്കിലും ഒരു ജോബിന് വേണ്ടി, ഒരു ക്ലയൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു പേപ്പറിന് വേണ്ടി ഞാനോ എൻ്റെ ഓഫീസിലുള്ളവരോ ജോലി ചെയ്യുമ്പോൾ ആ ഒരു മണിക്കൂറിന് അല്ലെങ്കിൽ ഒരു മിനിറ്റിന് കോസ്റ്റ് ഉണ്ട്, ഇത്ര പൗണ്ടെന്ന്. അപ്പോൾ നമ്മളൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നില്ലേ? അതിന് കോസ്റ്റ് എത്ര? ഹൗ മച്ച് ടൈം യു ആർ സ്പെൻഡിങ് ടു ബ്രിങ് അപ്പ് യുവർ ചിൽഡ്രൻ, ടു ട്രെയിൻ ദം, to take them out to the school, from the school, to take them to other co-curricular activities, feeding them, making food for them. You calculate the number of hours you are spending a day just for your children. നമ്മൾ അതിന് ആർക്കെങ്കിലും ബില്ല് കൊടുക്കാറുണ്ടോ? അവർ കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ അവർക്കൊരു വലിയ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് ഇത്രയും എമൗണ്ട് ഓഫ് ടൈം ഐ സ്പെൻഡ് ഫോർ യു, ഇത്രയും എമൗണ്ട് ഓഫ് മണി ഐ സ്പെൻഡ് ഫോർ യു നമ്മൾ എഴുതി കൊടുക്കാറുണ്ടോ? We would never do that. നമ്മളൊരു കുഞ്ഞ് ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ എത്ര നേരം പോയി കുഞ്ഞിൻ്റെ അടുത്ത് നമ്മൾ ഇരിക്കും? അവിടെ നിന്ന് നേഴ്സസോ ഡോക്ടേഴ്സോ അവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റിയോ ആരെങ്കിലും നമ്മളെ പിടിച്ച് വെളിയിലിട്ടാലും നമ്മൾ വെളിയിലൊരു ചെയർ ഇട്ടിട്ട് അവിടെ ഇരിക്കും, ഇല്ലേ? എൻ്റെ കുഞ്ഞകത്തുണ്ട്, വീട്ടിൽ പോകത്തില്ല, നമ്മൾ വെളിയിൽ അവിടെ ഇരിക്കും. Why are you spending a sleepless night or sleepless nights for your child? Because you love them. നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും നമ്മളെ സന്തോഷിപ്പിക്കുന്ന വാക്കുകളാണോ പറയുന്നത്? ഇല്ല, ചിലപ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ അവർ പറയത്തില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളോട് ആരോടെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, നീ ഇന്നലെ അങ്ങനെ എന്നോട് പറഞ്ഞില്ലേ, ഇന്ന് നിനക്ക് ഒന്നും തരുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? We immediately forgive them. Why? Because we love them. Love is costly. We need to endure some struggles. We have some inconveniences. നമുക്ക് ഒത്തിരി അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്നത് ആ സ്നേഹം. ഭാര്യയും ഭർത്താവും രണ്ട് സ്വഭാവക്കാരാ. അവർ രണ്ടുപേരും നമ്മുടെ വീട്ടിലുള്ള സ്വന്തം സഹോദരങ്ങളെ നോക്കിയേ. ഒരു വീട്ടിൽ 5 മക്കളുണ്ടെങ്കിൽ 5 പേർക്കും 5 സ്വഭാവമല്ലേ? അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും പറഞ്ഞാൽ 2 വീട്ടിൽ 2 തരത്തിൽ അപ്ബ്രിംഗിംഗ് ഉള്ള 2 രീതിയിൽ വളർത്തപ്പെട്ടവർ, അവർ രണ്ടും കൂടെ ഒരു വീട്ടിലേക്ക് വരികയാ കുടുംബജീവിതം ആരംഭിക്കാൻ. They come to one home and they come to one room and they come to one bed.
different. How can they continue their life not for a day, not for a week, not for a month, not for a year, many years until they die, until they die? രണ്ട് വീട്ടിൽ ജനിച്ചവര് അവർക്ക് എങ്ങനെ ഒരു വീട്ടിലേക്ക് വരാൻ പറ്റും, ഒരു റൂമിലേക്ക് വരാൻ പറ്റും, ഒരു ബെഡിലേക്ക് വരാൻ പറ്റും, ഒന്നിച്ച് ജീവിതകാലം എങ്ങനെ ജീവിക്കാൻ പറ്റും? Because they love each other. Because they love each other, they forgive each other. And they, because the love is costly, they are ready to sacrifice for each other. Praise God. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അതുകൊണ്ടാണ് പറഞ്ഞത് ട്രൂ ലവ് എന്ന് പറയുന്നത് എക്സ്പെൻസീവാ, കോസ്റ്റ്ലിയാ. കർത്താവ് എന്നോട് പറഞ്ഞു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ, ബിക്കോസ് ഹി ഹാസ് സെറ്റ് ഹിസ് ലവ് അപ്പോൺ മീ. എന്നെ സ്നേഹിക്കുന്നതിന് വേണ്ടി അവൻ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഹീസ് പേയിങ് എ പ്രൈസ് ബിക്കോസ് ഹി ലവ്സ് മീ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ദൈവമക്കളെ, ഇത്രയും എക്സ്പെൻസീവ് കോസ്റ്റ്ലി ആയിട്ട് ദൈവത്തെ നാം സ്നേഹിക്കുന്നുണ്ടോ? കർത്താവിന് വേണ്ടി എന്തൊക്കെ നമ്മൾ വിട്ടുകളയാൻ തയ്യാറായിട്ടുണ്ട്? കർത്താവിന് വേണ്ടി ആരുടെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് വേണ്ടാന്ന് വെക്കാൻ ഇടയായിട്ടുണ്ട്. ഇത്രയും കാലം കൊണ്ടു നടന്ന പലതും കർത്താവിന് വേണ്ടി വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ? എന്തെങ്കിലും കർത്താവിന് വേണ്ടി 1 മണിക്കൂർ കൂടുതൽ ഇരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കർത്താവിന് വേണ്ടി നിന്ന് ചുമക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? കർത്താവിന് വേണ്ടി പരിഹാസം സഹിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ അല്ലെ സഹോദരന്മാരെയോ സഹോദരിമാരെയോ ഭാര്യയോ മക്കളെയോ ഭർത്താവിനെയോ മറ്റെന്തിനെയെങ്കിലും നിനക്കുള്ളതിനെയോ നിന്നെ തന്നെയോ സ്നേഹിച്ചാൽ നീ എനിക്ക് ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. ഞാൻ എൻ്റെ ഭാര്യയോട് പറയാമെന്ന് വെച്ചോ, 99% ഞാൻ നിന്നെ സ്നേഹിക്കാം, 1% ഞാൻ വേറെ ആരെങ്കിലും കൂടെ ഒന്ന് സ്നേഹിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ വൈഫ് എന്തോ പറയും? നിങ്ങളൊന്ന് ഭാവനയെ കണ്ടു നോക്കിക്കേ. ഇഫ് ഐ ഗോ ടു മൈ വൈഫ് ആൻഡ് സേ, മൈ വൈഫ്, I will love you 99%, but just 1%, let me love somebody else also. What would my wife say? You can imagine what would happen. അല്ലേ? ഭാര്യയോട് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചോ, 99% ഞാൻ നിന്നെ സ്നേഹിച്ചോളാം, 1% ഞാൻ വേറൊരു സ്ത്രീയെ കൂടെ സ്നേഹിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ എന്തോ പറയും? ഗോഡിന് അടുത്ത് വന്ന്, കർത്താവിൻ്റെ അടുത്ത് വന്ന് പറയാം, കർത്താവെ നിന്നെ 99% ഐ ലവ് യു, 1% ലെറ്റ് മീ ലവ് സംതിങ് എൽസ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. ദൈവത്തിന്റെ വാഗ്ദത്തമാ. കാരണം എന്തെന്നറിയാമോ? ദൈവം എന്റെയും നിന്റെയും ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിന് ഒന്ന് മനസ്സിലായി, ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവന് മറ്റെന്തും, ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവൾക്കും മറ്റെന്തും. അങ്ങനെയുള്ളവരോടാ കർത്താവ് പറഞ്ഞത്, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരം തരും. അല്ലാതെ കാണുന്ന എന്താ പറയുന്നത്, കർത്താവേ കർത്താവേ എന്നും പറഞ്ഞ് വിളിച്ചോണ്ട് നടക്കുന്നവരുടെ കാര്യമല്ല. മനസ്സിലാക്കണമേ ദൈവമക്കളെ. എന്തുകൊണ്ടാണ് കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ നമ്മളിൽ നിവർത്തിക്കപ്പെടാത്തത്? കാരണം നാം അവിടുത്തെ വേണ്ടും വണ്ണം സ്നേഹിക്കുന്നില്ല. നമ്മൾ ഒത്തിരി പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നുള്ളതിൻ്റെ തെളിവ് എൻ്റെ ഭാര്യയ്ക്ക് നല്ല വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നെന്നോ അല്ലെ നല്ല ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നതൊന്നും അല്ല. ഐ അക്സെപ്റ്റ് ഹർ, ഐ ലൈക്ക് ടു സിറ്റ് വിത്ത് ഹർ, ഐ ലൈക്ക് ടു സ്പെൻഡ് ടൈം വിത്ത് ഹർ. ഞാൻ ഇങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ ഓഫീസ് 5:30 ഓഫീസ് കഴിയും, ഞാൻ അവിടെയൊക്കെ ജോലി ചെയ്യുന്ന കുറച്ച് സ്ത്രീകളുടെ അടുത്തൊക്കെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നടക്കുക, എന്നിട്ട് റോഡിലൊക്കെ നടക്കുക, പിന്നെ എവിടെയെങ്കിലും ജിമ്മിലൊക്കെ പോയി കുറച്ച് സമയം അവിടെയൊക്കെ ഉള്ള കറങ്ങിയിട്ട് എൻ്റെ വൈഫ് ജോലിക്ക് നൈറ്റിൽ ഇറങ്ങാൻ നേരം ഇങ്ങോട്ട് കയറി വന്നിട്ട് ഐ ലവ് യു. ബാക്കി സമയം എല്ലാം ഞാൻ കറങ്ങി നടന്നിട്ട് പുള്ളിക്കാർ ജോലിക്ക് ഇറങ്ങാൻ നേടി കാറയിലോട്ട് ചെന്ന് കയറുമ്പോൾ ഞാൻ അടുത്ത് ചെന്നിട്ട് പറയാ ഞാൻ ഓഫീസിൽ നിന്ന് വന്നുകൊണ്ട് പറയാ ഐ ലവ് യു എന്ന് ഞാൻ. ഡസ് ഇറ്റ് മീൻ എനിത്തിങ് മൈ ബ്രദർ, മൈ സിസ്റ്റർ? നമ്മുടെ സമയം മുഴുവനും ലോകത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ലോകത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് തോന്നുന്ന രീതിയിൽ ടിവിയുടെയും കമ്പ്യൂട്ടറിൻ്റെയും ഒക്കെ മുമ്പിലിരുന്ന് ആവശ്യമില്ലാത്തവരോടും ആവശ്യമുള്ളവരോടും ഫോണിൽ സംസാരിച്ച് ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ കേട്ട് പറഞ്ഞിട്ട് സൺഡേയിൽ കർത്താവിൻ്റെ മുമ്പിൽ വന്നിട്ട് പറയാം ഐ ലവ് യു ലോർഡ് ജീസസ്, വാട്ട് എ വണ്ടർഫുൾ ലോർഡ് ഐ സെർവ്. ഡസ് ഇറ്റ് മീൻ എനിത്തിങ്?
I tell you, it won't mean anything. We may be able to fool a man, but we won't be able to fool God, because he sees our inside out. കർത്താവിന് നന്നായിട്ട് നമ്മളെ അറിയാം ദൈവമക്കളെ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളുടെ ഉത്തരം, പ്രശ്നങ്ങളുടെ കാരണം ഇതാണ്. കർത്താവ് നമ്മളെ പലപ്പോഴും, കർത്താവ് പറഞ്ഞ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ, നീ കൈമലർത്തുമ്പോൾ ഞാൻ മുഖം തിരിക്കും, നീ എത്ര പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം വളരെ ശ്രദ്ധയോടെ ഈ നാളുകൾ നമ്മുടെ ജീവിതത്തെ കരുതണം. നമ്മുടെ ജീവിതം ആശ്രയിച്ചിരിക്കുന്നത് നമ്മുടെ ഹോപ്പിലാണ്. If it is a false hope, we will not end up there where we are aiming to. നാം ലക്ഷ്യമാക്കുന്നിടത്ത് നമ്മൾ എത്തത്തില്ല. Because we are holding a false hope. നമ്മുടെ പ്രത്യാശയ്ക്കകത്ത് കാര്യമൊന്നുമില്ല. നമ്മുടെ കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, കർത്താവിനെ സ്നേഹിക്കുന്നുള്ളതിൻ്റെ തെളിവെന്തെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 15 വാക്യം, 14:23, John 14:15 and 23. അതിനകത്ത് പറഞ്ഞിരിക്കുന്നു, if you love me, you obey my commandments. That is a proof. If you love me, you obey my commandments. I become number one in your life. Number one in your life. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്കറിയാത്ത കാര്യം നമ്മൾ അനുസരിക്കണമെന്നല്ല കർത്താവ് പറഞ്ഞത്. എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കുറവുകൾ ഉണ്ടാകാം. എനിക്ക് ലൈറ്റ് ഇല്ലാത്ത, എനിക്ക് വെളിച്ചം കിട്ടാത്ത, എനിക്ക് കർത്താവ് വെളിപ്പെടുത്തി തരാത്ത ഒത്തിരി ഏരിയകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാം, എനിക്ക് കുറവുകളായിട്ട്. പക്ഷെ കർത്താവ് അതല്ല ചോദിക്കുന്നത്. കർത്താവ് ചോദിക്കുന്നത്, നിന്നോട് ഞാൻ പ്ലെയിനായിട്ട് സംസാരിച്ചു, ഓപ്പണായിട്ട് സംസാരിച്ച അനേക കാര്യങ്ങളുണ്ട്. Why don't you take a step to prove that you are obeying me? Why don't you take a step to prove before other people that I become number one in your life? By willing to be despised, by willing to be humiliated by others, and by willing to be mocked by others. ഞാനൊരു വചനം, മനോഹരമായൊരു വചനം കാണിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായം 42-43 വാക്യങ്ങൾ. John chapter 12 verse 42 and 43. എന്നിട്ടും പ്രമാണികൾ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളിഭ്രഷ്ടരാകാതിരിക്കുവാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല താനും. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. This is the danger. Because we love the opinion of man rather than the opinion of God. മനുഷ്യരെന്തോ പറയും, അതാ നമ്മുടെ ചിന്ത. What would people say about us? Okay, അതാ. They believed. They knew it was right. They knew it was right. But they didn't do it because they thought, what would people say? മനുഷ്യരെന്തു പറയും? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ we need to follow one thing, either God or either the world. If we are called to follow God, we need to follow God. ഒന്നുകിൽ ദൈവത്തെ അല്ലെങ്കിൽ ലോകത്തെ നമ്മൾ പിൻപറ്റണം. ഇതിന് രണ്ടിനും കൂടെ പറ്റത്തില്ല. നമുക്ക് രണ്ട് യജമാന്മാരെ സേവിക്കാൻ ഒരിക്കലും പറ്റില്ല. We cannot serve two masters at a time. Let me tell you again, you cannot serve one master 90%, the other master 10%. No master will agree to that. Do you think that way? No master, no Lord will agree. Every master wants you to serve them 100%. That is what is called loyalty. അതിനെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. 100% അവരെ നമ്മൾ സ്നേഹിക്കണം, 100% അവരെ നമ്മുടെ മാസ്റ്ററായിട്ട് അംഗീകരിക്കണം. ഇവിടെ പറയുന്നതാണ്. ഈ പ്രമാണികളും ഇവര് കർത്താവിൽ വിശ്വസിച്ചവരാ. പക്ഷേ അവർക്കൊരു പ്രശ്നമുണ്ട്, പള്ളി ഭ്രഷ്ടരാകരുത്, ഞങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടുകെട്ടുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെടും.
ഞങ്ങളുടെ ഫെലോഷിപ്പുകൾ പോകും, ഞങ്ങളുടെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ബർത്ത്ഡേ വന്നാൽ അവർ വിളിക്കത്തില്ല, കല്യാണം വന്നാൽ അവർ വിളിക്കത്തില്ല. ഒരു പക്ഷേ ഞങ്ങളുടെ പിള്ളേർക്ക് പെണ്ണുങ്ങളെ കിട്ടത്തില്ല, ആൺപിള്ളേരെ കിട്ടത്തില്ല. എന്തെല്ലാം വിഷയങ്ങളാ. ചില വിദ്വാൻമാർ പറയുന്നത് ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അടക്കാൻ ശവപ്പറമ്പ് കിട്ടത്തില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചിലർ അല്ലേ. ഇതെല്ലാം വിട്ടിറങ്ങി ഈ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മരിച്ചാൽ എവിടെ കൊണ്ട് അടക്കുമെന്നുള്ളതാണ് ചിലരുടെ വിഷയം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, no wonder God doesn't listen to our prayers. Hallelujah. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും എത്ര ഫോൺ ചെയ്താലും കർത്താവ് എടുക്കത്തില്ല. അത് വെറും മിസ് കോൾ ആയിട്ട് പോകത്തേ ഉള്ളൂ കർത്താവിൻ്റെ ഫോണിൽ. He won't guard it, he won't respect it. നമ്മളെ വിളിച്ചാൽ അവൻ കേൾക്കത്തില്ല. പ്രൈസ് ഗാഡ്. അപ്പം നമ്മൾ അവനെ പൂർണ്ണമായി സ്നേഹിക്കണം. അതാ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാണ് കണ്ടീഷൻ. ഹല്ലേലൂയ. ആ കണ്ടീഷൻ നമ്മൾ അനുസരിച്ചെങ്കിൽ മാത്രമേ. ഒരു വചനം കൂടെ ഞാൻ എടുക്കട്ടെ, മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വന്നാട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം മാർക്ക് ചാപ്റ്റർ, സ്നേഹിക്കുന്നതിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട് കർത്താവ്. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 29-ാമത്തെ വാക്യം, 28 മുതൽ വായിച്ചേ. ശാസ്ത്രിമാരിൽ ഒരുവൻ അടുത്തു വന്ന് അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ട് അവൻ അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട്, ഓക്കെ, എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏത് എന്ന് അവനോട് ചോദിച്ചു. And this is happening when the Lord came, and this was when in Old Testament. This is before the day of Pentecost. Someone came to the Lord, a scribe, a teacher came to the Lord and asked the Lord, what is the greatest commandment in the scriptures? He was literally meaning this way, Lord, tell me, there are almost 613 commandments in the Mosaic law, in the law of God. You tell me, what is the greatest of that? ഏതാണ്ട് 613 കൽപ്പനകൾ പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിലുണ്ട്. പക്ഷേ അതിനകത്ത് ഏറ്റവും വലിയ കൽപ്പന എന്താ? കർത്താവ് പറഞ്ഞു. അതിന് ഉത്തരം കർത്താവ് കൊടുത്തു. എന്തുവാ കൊടുത്തത് കർത്താവ്? അതിന് യേശു 29-ാമത്തെ വേഴ്സ് 29, അതിന് യേശു, എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ, ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു, ഏറ്റവും വലിയ കൽപ്പന എന്ന് പറയുന്നതിന്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ലവ് യുവർ ഗാഡ്. And thou shalt love the Lord thy God with all your heart, with all your soul, with all thy mind, and with all thy strength. This is the first commandment. This is the greatest commandment. പുതിയ നിയമത്തിൽ എന്തുവാ കർത്താവ് പറഞ്ഞത്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നു. പഴയ നിയമത്തിൽ എന്തുവാ പറഞ്ഞത്? ഏറ്റവും വലിയ കൽപ്പന പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. എല്ലാം പൂർണ്ണ പൂർണ്ണ പൂർണ്ണ. വാട്ട് ഈസ് പൂർണ്ണ മീൻസ്? പെർഫെക്റ്റ്. വിത്ത് ഹോൾ യുവർ ഹാർട്ട് മീൻസ് വാട്ട്? ഹോൾ. ഹോൾനെസ് ഈസ് 100%. That is what is called whole. പൂർണ്ണത, പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ that is 100%. What does it God mean? You love your God with 100% of your heart, 100% of your mind, 100% of your strength. Praise God. And 100% of your soul, 100% of everything. Hallelujah. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് 100% കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുമോ? നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്തോ ചോദ്യമാണ്. നമുക്ക് നന്നായിട്ട് അറിയാം, 100% സ്നേഹിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനകത്ത് മറ്റൊരു സ്നേഹം കയറി വരത്തില്ല. മറ്റൊന്നിനെ നമ്മൾ അതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കത്തില്ല. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ 100% എനിക്ക് അങ്ങയെ സ്നേഹിക്കാനുള്ള കൃപ തരണം. 100%. അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ സ്നേഹത്തിന് തടസ്സമായിട്ടുള്ളതിനെ കർത്താവ് കാണിച്ചു തരും നമുക്ക്. അതെന്തുമായിക്കൊള്ളട്ടെ, അതിനെ മാറ്റാൻ നമ്മൾ തയ്യാറാകണം. അതിനെ വിട്ടുകളയാൻ നമ്മൾ തയ്യാറാകണം. അതിനെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. അത് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയായിക്കൊള്ളട്ടെ, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയായിക്കൊള്ളട്ടെ,
സ്നേഹിക്കുന്നത് എന്തുമായിക്കൊള്ളട്ടെ, കരുതുന്നത് എന്തുമായിക്കൊള്ളട്ടെ, എത്ര പ്രഷ്യസുമായിക്കൊള്ളട്ടെ, cut it off. That is how we prove to God that we love Him with all our heart, with all our mind, with our whole soul and spirit. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അങ്ങനെയുള്ളവർക്കുള്ള വാഗ്ദത്തമാണ്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. പ്രൈസ് ഗാഡ്. നമ്മൾ മറന്നു പോകരുത്, അങ്ങനെയുള്ളവരെയാണ് കർത്താവ് ഹല്ലേലൂയ സ്തോത്രം മാനിക്കുന്നത്. അങ്ങനെയുള്ളവരെയാണ് കർത്താവ് ഉയർത്തുന്നത്. ആ വാക്യത്തിലേക്ക് ഞാനൊന്ന് വീണ്ടും വരട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 91 14 and 15. Psalms 91 14 and 15. അവരെന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവരുടെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. ഹല്ലേലൂയ. I will exalt him. ഹല്ലേലൂയ. നമ്മളെ കർത്താവ് ഉയർത്തി കഴിയുമ്പോട്ടല്ല ദൈവമക്കളെ, എല്ലാവർക്കും മനസ്സിലാകും നമ്മളെ കർത്താവ് ഉയർത്തുകയാണ്. ഉയർത്തുക എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാം എൻ്റെ അർത്ഥം? He will lift us up. He will lift us up from every depression. He will lift us up from every disappointment, every sadness, and every sin. That means it doesn't mean that we are perfect. No. From where we were, He has lifted us up. എവിടെയായിരുന്നു അവിടെ നിന്ന് കർത്താവ് നമ്മളെ ഉയർത്തുകയാണ്. Let me tell you, my brother, my sister, deliverance is in the hands of God. കർത്താവ് പറഞ്ഞു, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവനെ ഉത്തരമരുളും, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. Deliverance is in the hands of God. ദൈവത്തിൽ മാത്രമേ വിടുതലുള്ളൂ. നീ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന്, നീ ആയിരിക്കുന്ന ആ സ്നേഹറിൽ നിന്ന്, ആ ബന്ധനത്തിൽ നിന്ന്, ആ അടിമത്തത്തിൽ നിന്ന് നിന്നെയും എന്നെയും വിടുവിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. You look around, my brother, my sister. ലോകത്തിലേക്കൊന്ന് നോക്കിയാൽ നിലവിളിയാണ് എല്ലായിടത്തും. കുടുംബങ്ങളിൽ നിലവിളിയാ, ബ്രോക്കൺ മാരേജസ്, ബ്രോക്കൺ റിലേഷൻഷിപ്സ്. ഭവനങ്ങളിൽ നിലവിളിയാ, കുഞ്ഞുങ്ങളുടെ നിലവിളിയാണ്, സമൂഹത്തിൽ നിലവിളിയാ, രാജ്യത്തിൽ നിലവിളിയാ. എവിടെയാ സമാധാനമുള്ളത്? പറഞ്ഞേ, എവിടെയാ സന്തോഷമുള്ളത്? ഹല്ലേലൂയ. ആരുടെ വീടുകളിലാ സന്തോഷവും സമാധാനവും ഉള്ളത്? ഇപ്പൊ വന്ന് ദൈവമക്കളെന്ന് പറയുന്നവരുടെ വീടുകളിൽ പോലും സമാധാനവും സന്തോഷവും ഇല്ല. കാരണം എന്താ? ദൈവത്തെ അവർ പുറത്താക്കി വെച്ചിരിക്കുക. പേര് മാത്രമേ ഉള്ളൂ ദൈവ പൈതലെന്ന്. ക്രിസ്തു ഈ വീടിന്റെ നായകൻ എന്നൊരു ബോർഡ് കാണും മേളിൽ, പക്ഷെ നായകൻ മറ്റാരോ ആ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ചുറ്റുപാട് ഇത് കാണുന്ന നമ്മൾ. ഹല്ലേലൂയ. ഞാൻ പറയുന്നത്, നമുക്ക് മറ്റുള്ളവരെ ആരെയും നിയന്ത്രിക്കാൻ പറ്റത്തില്ല, നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റും. I can take care of me. I can take care of me. I don't want to follow other people. ഹല്ലേലൂയ. ഈ ലോകത്ത് നോക്കിയേ, സമാധാനവും സന്തോഷവും ഇല്ല. പ്രശ്നങ്ങളാണ്, യുദ്ധങ്ങളാണ്, ക്ഷാമങ്ങളാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്, പരാധീനതകളാണ്, ഓഫീസുകളിൽ പ്രശ്നങ്ങളാണ്, സ്കൂളുകളിൽ പ്രശ്നങ്ങളാണ്, കോളേജുകളിൽ പ്രശ്നങ്ങൾ, കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ, സഭകളിൽ പ്രശ്നങ്ങൾ, സഭാ നേതൃത്വങ്ങളിൽ പ്രശ്നങ്ങൾ. ഡെലിവറൻസ് ഈസ് ഓൺലി ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗാഡ്. വിടുതലിന് വേണ്ടി അവർ ഓരോരുത്തരും ഓടുന്നത് റോങ് വശങ്ങളിലേക്കാണ്. They are going to the wrong resources. None of them come to God for help. ദൈവത്തിന്റെ അടുക്കലേക്ക് വരുന്നതിന് പകരം അവർ ഓടുന്നത് മറ്റു പലയിടങ്ങളിലേക്കുമാണ്. അതുകൊണ്ടാണ് വിടുതൽ കിട്ടാത്തത്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ വിടുവിക്കും, ഞാൻ നിന്നെ ഉയർത്തും. My promises are true all the time. It is true. It is in present tense all the time. ഒന്ന് മാത്രം ചെയ്താൽ മതി. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ നമ്പർ 1 ആക്കി തീർക്കണം. എങ്കിൽ മാത്രമേ അവിടത്തേക്ക് നമ്മളെ സ്നേഹിക്കുവാനും വിടുവിക്കുവാനും പറ്റൂ. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്നതാണ്, അവനെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അറിയുക എന്ന് പറഞ്ഞാൽ എന്ത്? To know God. To know God means who is God. ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തിക്ക് നമ്മളിൽ പലരും ജീവിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റത്തില്ല. We will shiver before him. ദൈവത്തെ അറിയുന്നവരാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ കാണുന്ന കെരൂബുകൾ എന്ന് പറയുന്നവരും സാറാഫുകൾ എന്നൊക്കെ പറയുന്നവർ ദൈവത്തെ അറിഞ്ഞവരാ. അവർ ദൈവത്തിന് മുമ്പിൽ വിറയ്ക്കുകയാ. ദൈവത്തെ അറിഞ്ഞവൻ ദൈവത്തിന് മുമ്പിൽ വിറയ്ക്കും. ദൈവത്തെ അറിയാത്ത ഭോഷന്മാര് അവന് മുമ്പിൽ നിന്ന് കിടന്നിട്ട് ഡാൻസ് ചെയ്യും. അവന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ഓ, വാട്ട് എ ഗ്രേറ്റ് പ്രോമിസ് വി ഹാവ്. Because he knows my name, I will exalt him.
കർത്താവിൻ്റെ നാമത്തെ അറിയുക എന്ന് പറഞ്ഞാൽ അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുക എന്നാ. അവിടുന്ന് സർവശക്തനായ ദൈവമെന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണ്. ഹീസ് നോട്ട് അവർ ബഡി. എത്രയോ അടുത്ത് നമ്മൾ കർത്താവിനെ എങ്ങനെയാ കാണുന്നത് ദൈവമക്കളെ? നമ്മുടെ കൂട്ടുകാരുടെ കൂടിരുന്ന് ചായ കുടിക്കുന്ന ഒരാളായിട്ടാണോ കർത്താവിനെ കാണുന്നത്? ഇത് ഏറ്റവും കൂടുതൽ ലോഡ് എന്നുള്ള വാക്കിന് പകരം ഫ്രണ്ട് എന്നാണ് യേശുവിനെ കുറിച്ച് യൂസ് ചെയ്യുന്നത്. ഹീസ് മൈ ഫ്രണ്ട്, ഹീസ് മൈ ബഡി. Lord Jesus Christ is not my buddy, he is my Lord. He is so good that he came down to the level of my friend. Praise God. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ രാജ്യത്തിൻ്റെ ക്രൗൺ പ്രിൻസ്, ഈ രാജ്യത്തിൻ്റെ വുഡ് ബി കിങ് ഉണ്ടല്ലോ, നമ്മുടെ പ്രിൻസ് ചാൾസ്, അയാൾ നമ്മുടെ ഫ്രണ്ട് ആണെന്ന് വെച്ചു. അയാൾ, if he happens to be my friend, wouldn't I respect him? ഞാൻ എൻ്റെ ഈ തൊട്ടപ്പുറത്തുള്ള കൂട്ടുകാരോടൊക്കെ സംസാരിക്കുന്ന ഭാഷയിൽ അദ്ദേഹത്തോട് സംസാരിക്കുമോ? പ്രത്യേകിച്ച് എസ്പെഷ്യലി ഇൻ ദ പബ്ലിക് പ്ലേസസ്, will I behave in such a way that he is a silly my buddy? No, he is my buddy because he is so good. He has come down to my level to love me. He became my friend, but at the same time he is the king. അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ റെസ്പെക്ട് കൂടുതൽ കാണിക്കുക ചെയ്യുന്നത്. ഇന്നത്തെ പാട്ടുകൾ, ഈ ഫ്ലിംസി സോങ്സ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡിസ്പൈസിങ് ദ ലോർഡ്ഷിപ്പ് ഓഫ് ക്രൈസ്റ്റ്. ആ പാട്ടുകൾ ഈ റെക്കോർഡിനകത്തൂടെയും യൂട്യൂബിനകത്തൂടെയും ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ ലോകത്തിലുള്ളവരുടെ മുമ്പിൽ പോലും കർത്താവിൻ്റെ മഹത്വം കുറഞ്ഞു പോവുകയാണ്. No wonder our children don't fear God. I am equally responsible for that. കാരണം കർത്താവിനെ കുറിച്ച് കാണിക്കുന്ന ഒരു ഇമേജ് അങ്ങനത്തതാ. We are taking his name lightly. We don't offer the deserved honor and respect to his holy name. ഇവിടെ പറയുന്നു, അവനെന്റെ നാമത്തെ അറിയുകയാൽ. എനിക്കറിയാം ദൈവമക്കളെ, നിങ്ങൾ ചിലപ്പോൾ ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയെന്നിരിക്കത്തില്ല. ഐ ഡോണ്ട് കെയർ ദാറ്റ്. ഐ നീഡ് ടു preach you the right thing. നമ്മൾ അവിടുത്തെ നാമത്തെ പലപ്പോഴും അറിയുന്നില്ല. അവിടുത്തെ നാമത്തെ ഭയപ്പെടുവാൻ നമുക്ക് കഴിയുന്നില്ല. കർത്താവേ, ഈ ദിവസങ്ങളിൽ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വം ഒന്ന് കാണുവാൻ, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വം ഒന്ന് അറിയുവാൻ എൻ്റെ കണ്ണു തുറക്കണമെന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ ദൈവമക്കളെ, who knew the Lord, who knew the Father the most? പിതാവാം ദൈവത്തെ ഏറ്റവും കൂടുതൽ അറിഞ്ഞതാരായിരുന്നു? യേശു കർത്താവല്ലായിരുന്നു? That is one thing. Second thing, he was equal to the Father. He was at the level of the Father. First of all, he knew God more than any human beings on the face of the earth. That is number one. Second thing, he was equal to the Father. But you look into the earthly life of Jesus, how much he reverenced his Father. Tell me. യേശു കർത്താവിൻ്റെ ഈ ലോകത്തിലെ ജീവിതം നിങ്ങളൊന്ന് നോക്കിയേ. അവിടുന്ന് ദൈവത്തെ എത്രമാത്രം ഭയപ്പെട്ടു. ദൈവത്തോട് തുല്യനായിരിക്കുന്നവൻ ദൈവത്തെ, കർത്താവ് പറഞ്ഞു, ആരും ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ല. അവൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. Only Jesus knew God more than any human beings. Plus, he was equal to the Father. ദൈവത്തോട് തുല്യനായവൻ, ദൈവത്തോട് കൂടെ യുഗങ്ങളായി നിത്യതയിൽ കഴിഞ്ഞവൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഏത് മനുഷ്യരെക്കാളും കൂടുതൽ അവൻ ദൈവത്തെ സ്നേഹിച്ചു. ഏത് മനുഷ്യരെക്കാളും കൂടുതൽ അവൻ ദൈവത്തെ ഭയപ്പെട്ടു. ഏത് മനുഷ്യരെക്കാളും കൂടുതൽ അവൻ പിതാവിൻ്റെ ഇഷ്ടത്തിന് കീഴ്പ്പെട്ടു കൊടുത്തു. ഏത് മനുഷ്യരെക്കാളും കൂടുതൽ അവൻ കണ്ണുനീരോടെ കരഞ്ഞു. അതാ എബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹീബ്രൂസ് 5:7. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് മരണത്തിൽ നിന്ന് തന്നെ വിടുവിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അങ്ങനെയാ വചനം എഴുതിയിരിക്കുന്നത്. യേശു കരഞ്ഞു പ്രാർത്ഥിച്ചതുപോലെ ലോകത്തിൽ ആരും കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടില്ല.
അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ ദൈവമക്കളെ? അത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ഹി ന്യൂ ദ നെയിം ഓഫ് ഗാഡ്. അവൻ്റെ നാമത്തെ അറിഞ്ഞു. ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കേണ്ടത് അതാ. കർത്താവേ, അങ്ങയുടെ നാമത്തെ അറിയുവാൻ എൻ്റെ ഹൃദയം ഒന്ന് തുറക്കണമേ. അങ്ങയുടെ നാമത്തെ ഞാൻ അറിയുമ്പോൾ എൻ്റെ ജീവിതം മാറും കർത്താവേ. എൻ്റെ പ്രയോറിറ്റീസ് മാറും കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ ജീവിതം മാറും, എൻ്റെ പ്രയോറിറ്റീസ് മാറും. എന്നോടുകൂടെ കർത്താവ് ഉണ്ടാകും, നിന്നോടുകൂടെ കർത്താവ് ഉണ്ടാകും. Devil will flee from you. You won't flee from devil. It is something like, നമ്മളൊരു ലയണിനെ കണ്ടാൽ ആരാ ഓടുന്നത്? ലയൺ ഓടുമോ, നമ്മൾ ഓടുമോ? I am asking that question to my children here. Children, you tell me, if you happen to meet with a lion, who will run away? Who will flee? You will flee or the lion will flee? We know we will flee, alle? But if you happen to meet with a mouse, who will flee? You will flee or mouse will flee? Mouse will flee. This is exactly what. When the Lord stands with me, he became the Lion of Judah. He is the Lion of Judah. When the Lord walks with me, devil sees the Lord in me and he will flee from me. If the Lord is not with me, I will something like a mouse before Satan. I have to flee. James chapter 4 verse 6 and 7 says that, submit to God and resist the devil, he will flee from you. Submit to God. Let God be on your side. Submit to him. Honor his name. കർത്താവിനോട് നമുക്ക് പറ്റിച്ചേർന്നിരിക്കാം. കർത്താവിനോട് നമുക്ക് സബ്മിറ്റ് ചെയ്യാം ദൈവമക്കളെ. കർത്താവ് എപ്പോഴും നമ്മുടെ വശത്ത് നിൽക്കട്ടെ. എപ്പോഴും ഞാൻ എന്നും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാ, കർത്താവ് എന്നോട് പറഞ്ഞതെല്ലാം ഞാൻ അനുസരിക്കുന്നുണ്ടോ? എനിക്ക് കിട്ടിയ വെളിച്ചത്തിൽ വീഴ്ച വരുത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. 100% we obey God. I don't say that we will be 100% perfect. No. ചിലടത്ത് നോക്കരുതെന്ന് പറയാം, അറിയാതെ നോക്കിപ്പോവും. ചിലത് ചിന്തിക്കരുതെന്ന് പറയാം, അറിയാതെ ചിന്തിച്ചു പോകും. ഞാൻ അതല്ല പറയുന്നത്. ഏതെങ്കിലും ഒന്ന് അനുസരിക്കാൻ പറ്റാത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ മാറ്റിവെക്കുന്നുണ്ടോ? അതാ കാര്യം. അതാ ഞാൻ ചോദിച്ചത്. ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ, കർത്താവ് കഴിഞ്ഞ നാളുകളിൽ നമ്മളോട് സംസാരിച്ച ഏതെങ്കിലും കാര്യങ്ങൾ, കഴിഞ്ഞ നാളുകളിൽ പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് നമ്മളോട് ഇടപെട്ട ചില കാര്യങ്ങൾ കാണുന്നത്, ചില കാര്യങ്ങൾ കേൾക്കുന്നത്, ചില ബന്ധങ്ങളിലായിരിക്കുന്നത്, ചിലത് നമ്മൾ അനുഭവിക്കുന്നത്, കർത്താവ് അത് തെറ്റാണെന്ന് നമ്മളോട് പറഞ്ഞത്, അതിൻ്റെ ആവശ്യമില്ലെന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നീ ഇടപെടരുതെന്ന് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഏതെങ്കിലും അത് അവഗണിച്ച് ചെയ്യുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? അതാ ഞാൻ പറഞ്ഞത്. അല്ലാതെ 100% ദൈവവചനം വള്ളി പുള്ളി വിടാതെ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് അനുസരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. Is there anything I am holding back? That is what I am asking. That is what the Lord is asking me. Are you holding back anything from me purposely? Are you stopping me from interfering in any area of your life? നിന്റെ ജീവിതം ഒരു വീടാണെങ്കിൽ, think this way, if my life is likened compared to a big house with so many rooms, am I locking some room so that the Lord cannot go into that room? All other rooms are open to him. Okay, Lord, you go any room, but not this room and that room. No. Is there anything like that in my house? Is there anything like that in my life? That is what the Lord is asking me and you. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ചില വാഗ്ദത്തങ്ങൾ പെട്ടെന്ന് വായിക്കട്ടെ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25:4 പറയുന്നു. ഒരു വാക്യം ഒന്ന് വായിച്ച പെട്ടെന്ന്. ഐസയ്യാ ചാപ്റ്റർ 25 25:4 പറയുന്നു, ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവനൊരു ദുർഗവും ദരിദ്രനവന്റെ കഷ്ടത്തിലൊരു കോട്ടയും കൊടുങ്കാറ്റിലൊരു ശരണവും ഉഷ്ണത്തിലൊരു തണലുമായിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തങ്ങളായത്. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന് നേരെ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുമ്പോൾ, നിനക്കെതിരെ പിശാച് അലറുന്ന സിംഹം പോലെ വന്ന് നിന്റെ മതിലിനെ തകർക്കത്തക്കവണ്ണം ആഞ്ഞടിക്കുമ്പോൾ, hallelujah, amazing promise, my brother, my sister.
ഈ പ്രോമിസിലൊക്കെ നമുക്ക് മുറുകെ പിടിക്കാം. കർത്താവ് നമ്മുടെ മുമ്പിൽ തീ മതിലായി നിൽക്കുക, അതിനിപ്പുറത്ത് നമ്മൾ നിൽക്കുക. അതുകൊണ്ടാണ് പറഞ്ഞു, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലമാ. ഇവിടെ പറയുന്നു, ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവന്. ഈ എളിയവൻ എങ്ങനെ ഇതിനെ നേരിടാൻ പറ്റും? ലോർഡ്, ഐ ആം സോ വീക്ക് ബിഫോർ ഹിം. എളിയവന് ഒരു ദുർഗമാണ്. പ്രൈസ് ദി ലോർഡ്. ദരിദ്രൻ അവന്റെ കഷ്ടത്തിലൊരു കോട്ടയാണ്. ഹല്ലേലൂയ. കൊടുങ്കാറ്റുള്ളൊരു ശരണമാണ്, ഉഷ്ണത്തിലൊരു തണലാണ്. ഈ എളിയവനും ദരിദ്രനുമായി എനിക്ക് എൻ്റെ നേരെ ഭയങ്കരന്മാർ ചീറ്റിയടിക്കുമ്പോൾ യഹോവയാണ് എൻ്റെ കോട്ട, അവിടുന്നാണ് എൻ്റെ ശരണം, അവിടുന്നാണ് എൻ്റെ സങ്കേതം, അവിടുന്നാണ് എൻ്റെ തണല്. Amazing promises, my brothers and my sisters. Only one thing we need to do: keep God number one in our life. Don't hold back anything from him. ഈ ഭൂമി ജീവിക്കാൻ കുറച്ചു കാലം കൂടെ നമുക്ക് ബാക്കിയുള്ളൂ. മനുഷ്യനേക്കാൾ അധികം ദൈവത്തെ നാം മാനിക്കുക. മനുഷ്യനേക്കാൾ അധികം ദൈവത്തെ നാം മാനിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ മാനിക്കും, ദൈവം നമ്മളെ ഉയർത്തും, ദൈവം നമ്മുടെ സാഹചര്യങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തും. അവൻ്റെ വാഗ്ദത്തങ്ങൾ മാറിപ്പോകാതെ വള്ളിപ്പുള്ളിയായി നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് നിവർത്തിക്കും. കാരണം അവിടുന്ന് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. 5 മിനിറ്റ് കൊണ്ട് ഞാൻ ദൈവവചനം നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. 1-2 വാക്യങ്ങൾ പെട്ടെന്ന് ഓടിച്ചേ. യെശയ്യാ പ്രവാചന പുസ്തകത്തിലേക്ക്. യെശയ്യാ പ്രവാചന പുസ്തകം ഈസ് എ ബുക്ക് ഓഫ് പ്രോമിസസ്. അങ്ങനെയാ ബുക്ക് ഓഫ് ഐസായ പറയുന്നത്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചന പുസ്തകം 43:2 നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി കടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല, നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന് ഞാൻ നിന്റെ രക്ഷകൻ. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളിലൂടെ നീ കടന്നു പോകേണ്ടി വന്നാലും നമ്മളൊക്കെ ഇത് വെച്ച് പ്രാർത്ഥിക്കുന്നതാ അല്ലേ? പക്ഷെ എന്തുകൊണ്ട് ആ ബലം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാത്തത്? എന്തുകൊണ്ടാ? Why doesn't it become a reality in our life? Because many a times we don't fulfill the conditions. നമ്മൾ പ്രാർത്ഥിക്കും ദൈവമക്കളെ. നമ്മൾ നല്ല ഈ ദൈവമക്കളെന്ന് പറയുന്നവരും ഹല്ലേലൂയ വീണ്ടെടുക്ക പെന്തിക്കോസുകാരെന്ന് പറയുന്നവരൊക്കെ ഇത് പ്രാർത്ഥിക്കുന്നതാ. പക്ഷെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ആ ബലം കാണുന്നില്ല. പ്രൈസ് ഗാഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, we need to experience the life of God. We need to experience the power of God in our life. Slowly, by submitting our life to the Lord. Hallelujah. മുന്നോട്ടൊന്ന് പോയേ. 54-ാമത്തെ അധ്യായത്തിലേക്ക് വന്ന ഐസയ 54. ഐസയ 54 verse 17. 54-ന്റെ യെശയ്യാവ് 54:17. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല, ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെയാകുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിനക്കെതിരെ പണിയുന്ന ഒരായുധവും ഫലിക്കയില്ല. No weapon shall prosper against you. Amazing promises. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നോട് വിളിച്ചപേക്ഷിക്കും, ഞാൻ അവൻ ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ. only thing is this. ഒരു കൊച്ചു കുഞ്ഞ് അമ്മയോട് പറ്റിയിരിക്കുന്ന പോലെ നമ്മൾ നോക്കിയാൽ, പൊടിക്കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയേ. No one can touch that child so long as that child is in the hands of its mother. ആർക്കെങ്കിലും പറ്റാൻ പറ്റുമോ? അമ്മയുടെ മടിയിൽ ആ കുഞ്ഞിരിക്കുന്നിടത്തോളം കാലം ആ കുഞ്ഞിനെ ആർക്കെങ്കിലും തൊടാൻ പറ്റുമോ? നിങ്ങളൊന്ന് പറഞ്ഞ എന്നോട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ മടിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ, അവൻ്റെ കൈകളിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളെ തൊടാൻ ആർക്ക് പറ്റും ദൈവമക്കളെ? അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. ഇന്നത്തെ രാത്രി ഈ വചനം നമ്മളൊന്ന് ഷെയ്ക്ക് ചെയ്യട്ടെ. കർത്താവെ, ഞാൻ വേണ്ടും വണ്ണം നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കും ദൈവമക്കളെ, ഒത്തിരി പ്രാർത്ഥിക്കും. നമ്മുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയട്ടെ ദൈവമക്കളെ. ഇതെൻ്റെ പ്രശ്നമായിരുന്നു പണ്ട്. ആ പ്രശ്നം ഞാൻ നിങ്ങളോട് പറയാം. അത് നിങ്ങൾ, if it is true in your life, change it. It was true in my life a few years ago, maybe couple of years ago, until a couple of years ago. എന്തോന്നറിയാമോ? നമ്മൾ പബ്ലിക്കിൽ ഒത്തിരി പ്രാർത്ഥിക്കും, പ്രൈവറ്റിൽ ഒട്ടും പ്രാർത്ഥിക്കത്തില്ല.
That is the problem. We pray a lot in the public and we seldom pray in the private. നമുക്ക് എല്ലാവർക്കും വെളിയിൽ പ്രാർത്ഥിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രാർത്ഥനയുടെ സമയത്ത് വേണമെങ്കിൽ ഒരു പ്രസംഗം നമ്മൾ പറയും പ്രാർത്ഥനയ്ക്കകത്തൂടെ. പക്ഷെ നമ്മുടെ പ്രൈവറ്റ് ലൈഫ് പറഞ്ഞ ദൈവമക്കളെ, ഈസ് ഇറ്റ് ട്രൂ ഇൻ യുവർ ലൈഫ്? ഇറ്റ് വാസ് ട്രൂ ഇൻ മൈ ലൈഫ്. It was true in my life. I was a hypocrite. നമ്മുടെ ജീവിതത്തിൽ മാറേണ്ടത് അവിടെ. പ്രാർത്ഥന എന്ന് പറയുന്നത് ചുമ്മാ ഇരുന്ന് വാക്കുകൾ പറയുന്നതല്ല, കരയണം. നെടുമ്പാട് വീണ് ദൈവസന്നിധി കരയണം. തലയിട്ട് നിലത്തിടിച്ചിട്ട് പറഞ്ഞു, യെസ് ലോർഡ്, ഐ ആം എ wretched man. I need your grace. I need your grace. 99%, I firmly believe, honestly, you can quote me anywhere you want. I personally believe 99% of our public prayers are not answered by God. Because deep inside our conscience, we are conscious of what we are praying and how people are listening it. This was my problem. Let me tell you, this was my problem. ഇതെൻ്റെ പ്രശ്നമായിരുന്നു പണ്ട്. അപ്പം എൻ്റെ ഇതേപോലുള്ള ജഡത്തിലാണല്ലോ നിങ്ങളും വസിക്കുന്നത്. I am not saying that it is true in everyone's life. No. If it is true in your life, change it. That's what I say. അതാ ഞാൻ ആദ്യം പറഞ്ഞത്. If it is true in your life, change it. It was true in my life. കൂടുതൽ സമയം കർത്താവിൻ്റെ സന്നിധി പ്രൈവറ്റായിട്ട് കരാം, കുറച്ച് സമയം പബ്ലിക്ക് പ്രാർത്ഥിക്കുക. Life will be changed. Mark my word, life will be changed. കൂടുതൽ സമയം പ്രാർത്ഥിക്കുക. കാറിലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. ഓഫീസിലാണെങ്കിൽ ഇടയ്ക്ക് ബാത്റൂമിൽ പോയി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്നെങ്കിൽ. ഭവനത്തിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. കിച്ചണിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ഥിര സമയം കൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മൾ പുറത്തൂടെ വാക്ക് പറയണമെന്നില്ല പ്രാർത്ഥിക്കാൻ. Our spirit can pray quietly inside our heart, inside us. പുറത്തെല്ലാവരും കേൾക്ക പ്രാർത്ഥിക്കണമെന്നില്ല. ആത്മാവ്, ദൈവവചനം പറയുന്നുണ്ട്, നമുക്ക് നമ്മുടെ ആത്മാവിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റും. ദൈവമക്കളെ, ഹല്ലേലൂയ. ഒത്തിരി വാക്യങ്ങൾ മുന്നോട്ടുണ്ട്. കർത്താവ് ഉയർത്തുന്നതിനെ കുറിച്ചൊക്കെ പറയാൻ പറ്റും. 1 സമൂവേൽ, ഞാൻ കുറച്ച് വാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. 1 സമൂവേൽ 2:30 പറയുന്നുണ്ട്, ഐ വിൽ ഹോണർ ദോസ് ഹു ഹോണർ മീ. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. 1 സമൂവേൽ 2:30. യോഹന്നാൻ 12:26 പറയുന്നു, മൈ സെർവന്റ് വിൽ ബി സിറ്റ് വെയർ ഐ വിൽ ബി. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകന്മാരിരിക്കും. മലാക്കി 3:17 പറയുന്നുണ്ട്, ഐ വിൽ ഹോണർ ദം ആസ് എ ഫാദർ ഹോണേഴ്സ് ഹിസ് സൺ. അപ്പൻ ഒരു മകനെ ആദരിക്കുന്നത് പോലെ അന്നാളിൽ ഞാൻ അവരെ ആദരിക്കും. ഹല്ലേലൂയ. റെവലേഷൻ 3:21, വെളിപ്പാട് പുസ്തകം 3:21 പറയുന്നു, ജയിക്കുന്നവൻ എന്നോട് കൂടെ ഇരിക്കും, ഞാനും ജയിച്ച് പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നത് പോലെ. ഞാൻ വാക്കുകളെ നിർത്തുകയാണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുക. എന്നോട് നിങ്ങളോട്, ഐ ആം നോട്ട് എക്സ്ക്ലൂഡഡ്. ദൈവമക്കളെ, ഐ ആം ഇൻക്ലൂഡഡ്. ദ ലോർഡ് ഈസ് സ്പീക്കിംഗ് ടു അസ്, നോട്ട് ടു യു അലോൺ. ഹി ഈസ് സ്പീക്കിംഗ് ടു അസ്. നമ്മളോട് കർത്താവ് സംസാരിക്കുക. നമുക്കൊരു സ്കാനിങ് റിപ്പോർട്ട് കർത്താവ് തരിക. ഹി ഈസ് സേയിങ്, മൈ ചൈൽഡ്, ദിസ് ഈസ് വാട്ട് യു ലുക്ക് ലൈക്ക്. ദിസ് ഈസ് വാട്ട് യു ലുക്ക് ലൈക്ക് സ്പിരിച്വലി. അതാ കർത്താവ് എന്നോട് നിങ്ങളോടും പറഞ്ഞു, നീ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ദിസ് ഈസ് വാട്ട് യു ആർ. If you want to change, you change. Otherwise, keep going. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമം അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. What an amazing promise. We don't need to be afraid of anything or anyone in this whole universe, because the Lord is on our side. കർത്താവിൻ്റെ സന്നിധി നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. കേൾപ്പിച്ച വചനത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നന്ദി പറഞ്ഞ് ശിവബ്രദര പ്രാർത്ഥിച്ചാട്ടെ. ശിവബ്രദർ പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അല്പനേരം കർത്താവേ